ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ കഴിഞ്ഞ ദിവസം ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിക്കുകയും അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയുമാണ്. കഴിഞ്ഞ 47 മണിക്കൂറിലേറെയായിട്ട് വെന്റിലേറ്ററിലാണ് അഫാൻ ഉള്ളത്. അഫാന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഒരു നേരിയ പുരോഗതി എന്ന് മാത്രം പറയാവുന്ന തരത്തിലേക്ക് അഫാന്റെ ആരോഗ്യനില മാറുകയും ചെയ്തിട്ടുണ്ട്. അഫാൻ എന്ന് പേര് വിളിച്ചപ്പോൾ ചെറുതായി കണ്ണു തുറക്കാനുള്ള ശ്രമം അഫാൻ നടത്തിയിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ ഇപ്പോഴും അപകടനില പൂർണ്ണമായി തരണം ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തലച്ചോറിനേറ്റ ക്ഷതം അല്പം ഗുരുതരമാണ്. ഇനിയിപ്പോൾ അഫാൻ എന്തെങ്കിലും തരത്തിൽ ആരോഗ്യനിലയിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായാൽ പോലും ഇനിയുള്ള ഒരു തുടരന്വേഷണവുമായിട്ട് സഹകരിക്കുന്ന കാര്യത്തിലടക്കം അഫാന്റെ കാര്യത്തിൽ ആരോഗ്യനിലയിൽ കാര്യമായിട്ടുള്ള ആശങ്കയുണ്ട്. കാരണം ദീർഘനാൾ ചികിത്സ വേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഡോക്ടർമാർ സത്യം പറഞ്ഞാൽ ഇവൻ്റെ കാര്യം ഉണ്ടെങ്കിൽ ഇത്ര വലിയ ന്യൂസ് ആക്കേണ്ട ഒരു കാര്യമില്ല. അവൻ ജീവിച്ചാലും ശരി മരിച്ചാലും ശരി ഒരു പ്രയോജനമില്ല. സത്യം പറഞ്ഞാൽ അവൻ ജീവനോടിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. ഇനി ചുമ്മാ കൊണ്ട് ഈ ജയിലിട്ടിട്ട് അവന് ഭയങ്കരമായിട്ട് ആഹാരമൊക്കെ കൊടുത്ത് വളർത്തി വലുതാക്കേണ്ട ഒരു കാര്യമില്ല. അവൻ ചെയ്ത അത്രയും വലിയ ക്രൂര ഒരു കാര്യം തന്നെയാണ്. സ്വന്തം ഫാമിലി കൊണ്ട് ഇത്രയും ക്രൂരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനൊക്കെ ഇനി ജീവിച്ചു ഇരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പം അത് അവന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണ്. അതാണ് കണ്ണു വെട്ടിച്ചിട്ട് അവനുണ്ടെങ്കിൽ ബാത്റൂമിൽ കയറി ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും എന്നിട്ട് അത് പരാജയപ്പെടുകയും ചെയ്തു. പോലീസ് ഉടനെ വന്ന് ഇവനെ രക്ഷിച്ചുകൊണ്ട് വരുന്നത്. എന്നാൽ പോലും ഇപ്പം ഭയങ്കരമുള്ള ഗുരുതരാവസ്ഥയിലാണെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ശരി, എന്തെന്നൊക്കെ ഇനി കാണിച്ചാലും ശരിയാ മരണപ്പെട്ടവർ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. എന്തായിരുന്നാലും ശരി, ഇത് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇതിനെ പറ്റിയാണ് ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ ജീവനോടെ വരുമോ അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞ് ന്യൂസ് പോകുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് ഒരു ന്യൂസ് ആക്കേണ്ട ഒരു കാര്യമില്ല. ഇവനെ പറ്റി അങ്ങനെ അധികം ആരും അന്വേഷിക്കുന്നുമില്ല. ഇവൻ ചത്താലും ശരി ജീവനോടെ വന്നാലും ശരി ആർക്കും ഒരു പ്രയോജനമില്ല. ആകപ്പാടെന്ന് പറഞ്ഞാൽ ഇപ്പം പോലീസിനാണ് ഇതിനൊരു പ്രശ്നം. ഇനി അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം. അവന് ശരിയാവില്ല. ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇനി അവൻ ശരിയായാൽ തന്നെ അവിടുന്ന് ചാടി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും നോക്കണം. അങ്ങനെ എൻ്റെ പുറകെ നടക്കുന്നതല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ഇല്ല. ഇതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല അവന് ഈ ന്യൂസ് കേട്ടിട്ട്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ തോട്ട് എന്തെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ.